ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രപ്പോസിഷൻ. അതിലെ ഇന്നും മറ്റും പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട്. അതൊരു തലവേദനയായി മാറാറുമുണ്ട്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അറ്റ് 5 അവസ്ഥകളിൽ ഉപയോഗിക്കുന്നു. ഒന്നാമത്തേത് ടു ഡിനോട്ട് കണ്ടീഷൻ, അവസ്ഥകളെ കാണിക്കുന്നതിന്. എക്സാമ്പിൾ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ അറ്റ് വാർ. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധാവസ്ഥയിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധാവസ്ഥയിലാണ് എന്ന ആ അവസ്ഥയെ കാണിക്കാനാണ് ഇവിടെ അറ്റ് ഉപയോഗിച്ചത്. രണ്ടാമത്തേത് ടു ഡിനോട്ട് എമൗണ്ട്, നമ്പർ, പ്രൈസ്, സ്പീഡ്, അളവ്, വേഗത, വില, എണ്ണം എന്നിവയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ് ഉപയോഗിച്ചത്. ഉദാഹരണം, മൈ ഫാദർ ബോട്ട് എ മൊബൈൽ 50,000. 50,000 എന്ന വിലയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അറ്റ് ഉപയോഗിച്ചത്. മറ്റൊരു ഉദാഹരണം, ഐ വാസ് ഡ്രൈവിംഗ് മൈ കാർ അറ്റ് 50 km/h. മണിക്കൂറുകളിൽ 50 കിലോമീറ്റർ വേഗതയിൽ എനിക്ക് എൻ്റെ കാർ ഓടിക്കാൻ കഴിയുമായിരുന്നു. അവിടെയുള്ള വേഗതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് ടു ഡിനോട്ട് ഡയറക്ഷൻ, ദിശ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദ പിക്ചർ. ആ പിക്ചറിലേക്ക് നോക്കൂ. ഇവിടെ പിക്ചറിലേക്ക് നോക്കൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പിക്ചർ വെച്ചിരിക്കുന്ന ദിശയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ അറ്റിൻ്റെ ഉപയോഗം ദിശയെ കാണിക്കുന്നതിനാണ്. ടു ഡിനോട്ട് ഏജ്, പ്രായത്തെ കുറിക്കുന്നതിന്. മൈ ബ്രദർ റിട്ടേൺ ഫ്രം സർവീസ് അറ്റ് 55. ഇവിടെ നോക്കൂ, ഇവിടെ എന്തിനാണ് അറ്റ് ഉപയോഗിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ടു ഡിനോട്ട് ഏജ്, വയസ്സിനെ സൂചിപ്പിക്കുന്നതിനാണ് ഇവിടെ അറ്റ് ഉപയോഗിച്ചത്. ബ്രദർ ജോലിയിൽ നിന്ന് റിട്ടേൺ ആയ പ്രായത്തെ കുറിക്കുന്നതിനാണ് ഇവിടെ അറ്റ് ഉപയോഗിച്ചത്.